ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കാരണം ഒരുപാട് നാളായി എല്ലാവരും പറയുന്നു ഞാൻ ഒരുപാട് ആൾക്കാരുടെ കിച്ചൺ ടൂർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതേപോലെ നിങ്ങൾ കിച്ചൺ ടൂറും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ റിക്വസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്ന് എൻ്റെ കിച്ചൺ ടൂർ തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ കിച്ചൺ ടൂറിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ ഇതാ മെയിൻ ഹാളിൽ നിന്ന് ഞാൻ കിച്ചണിലേക്ക് കയറുന്നതാണ്. അപ്പോൾ ഗ്ലാസിൻ്റെ ഡോറാണ് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് വീട് 10 വർഷമായി കേട്ടോ, എൻ്റെ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ കയറുന്ന സമയത്ത് തന്നെ കിച്ചണിന് നേരെ കാണുന്നത് ഡൈനിങ് ടേബിളും ചെയറും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഒരു ഡൈനിങ് സ്പേസ് ആയിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഡൈനിങ് റൂം ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഈ കിച്ചൺ അത്യാവശ്യം കുറച്ച് വലിയ സൈസ് തന്നെയാണ്. ഒരു 450 സ്ക്വയർ ഫീറ്റ് ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കറക്റ്റ് അളവ് എനിക്ക് ഓർമ്മയില്ല, കാരണം കുറച്ചായല്ലോ കിച്ചണ് വീട് എടുത്തിട്ട്. അപ്പോൾ അത്യാവശ്യം വലിയ സൈസിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും അതേപോലെ ഒരു ടേബിളും ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പം കിച്ചണിൻ്റെ വാൾ ടൈൽ എന്നെല്ലാം പറയുന്നത് ഓൾഡ് ഫാഷനാണ് കേട്ടോ. ആ സമയത്ത് ഇതായിരുന്നു നല്ലത്. അപ്പോൾ ആ സമയത്ത് ഒട്ടിച്ച ടൈലാണ്. പിന്നെ നമ്മളെ വാൾ ടൈലും അതേപോലെ ഫ്ലോർ ടൈൽ എന്ന് പറയുന്നത് മാറ്റ് ഫിനിഷാണ്, ഗ്രേ കളർ. അപ്പോൾ അതും എല്ലാം കൂടി കോമ്പിനേഷൻ വരുന്ന ഇനി മാച്ചായിട്ടുള്ള ഒരു നല്ല ഒരു കളർ തന്നെയാണ് ഞാൻ കബോർഡിനും സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഒരു വലിയ ടോൾ യൂണിറ്റ് വരുന്നത്, ഇത് ഞാൻ തന്നെ അവരോട് പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇതാ ഈ ഒരു ടോൾ യൂണിറ്റിൽ മേലെയും മുകളിലും താഴെയായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഷെൽഫുണ്ട്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടാവില്ലേ, ഇൻഡക്ഷൻ കുക്കർ, അതേപോലെ ജ്യൂസർ, നമ്മൾ അത്യാവശ്യം എപ്പോഴെങ്കിലും എടുക്കുന്ന കാര്യം ഉണ്ടാവില്ലേ, ചോപ്പർ മെഷീന്, അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാനാണ് ഞാൻ മുകളിലും താഴെയുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഷെൽഫ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാ 2 ഓപ്പൺ ഷെൽഫ് കണ്ടോ. ഇവിടെ ഞാൻ 2 ഓവൻ വെച്ചിട്ടുണ്ട്, ഒന്ന് OTGയും ഒന്ന് മൈക്രോവേവും. അപ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് ഇൻബിൽട്ടാണ് കേട്ടോ. പക്ഷേ എനിക്കെന്തോ ഇൻബിൽറ്റിനോട് അത്ര വലിയ താല്പര്യമില്ല. എനിക്ക് എൻ്റെ 2 ഓവൻ ഇങ്ങനെ വെക്കണം എന്നില്ല ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് ആകുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ ഓവൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒക്കെ നമുക്ക് ആ ഒരു സൈസൊക്കെ വ്യത്യാസം വരില്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കുറച്ച് സ്പേസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ഷെൽഫ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ ഷെൽഫും കൂടി ഉണ്ട് കേട്ടോ. അതൊരു വുഡാണ്. അത് ഒരു നമ്മളെ ഡെക്കോർ ഐറ്റംസൊക്കെ വെക്കാൻ പറ്റി ഉണ്ടാക്കിയതാണ് കേട്ടോ. അതും ഞാൻ പറഞ്ഞ് ചെയ്യിച്ചതാണ്. അപ്പോൾ അവിടെ ചെറിയ ലൈറ്റൊക്കെ വരുമ്പോൾ രാത്രി നല്ല ഭംഗിയായിരിക്കും കേട്ടോ, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് ഈ ഒരു ലുക്ക്. അതിന് തൊട്ടടുത്തായിട്ട് ഒരു ഫ്രിഡ്ജ് യൂണിറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ് സാധാരണ നമ്മളെ പഴയ മോഡൽ തന്നെയാണ് കേട്ടോ. ഞാൻ ആ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വാങ്ങിയ ഫ്രിഡ്ജ് തന്നെയാണ്. ബ്ലാക്ക് കളറ് ഗ്ലാസ്സാണ് കേട്ടോ ഇതിൻ്റെ പുറം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തുടച്ച് കഴിഞ്ഞാലെല്ലാം നല്ല നീറ്റായിട്ട് നിൽക്കും, നല്ല ഗ്ലോസി ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. ഒന്നും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ഭാഗം. പിന്നെ വരുന്നത് ഈ ഒരു സ്പേസാണ് കേട്ടോ, കൗണ്ടർ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പേസ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഇതാ മുകളിലായിട്ട് 3 ഷെൽഫുണ്ട്. അപ്പോൾ ഞാൻ കിച്ചൺ ടീമിനോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഒരുപാട് റാക്ക് കാര്യങ്ങളൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ മതിയെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അങ്ങനത്തെ കാര്യത്തിനോട് വലിയ താല്പര്യം കുറവാണ് കേട്ടോ. കാരണം നമ്മൾ ആക്കി കഴിഞ്ഞ് പിന്നീട് നമുക്കത് ക്ലീനിങ്ങിനും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാലാണ് നമ്മളെ ഫിൽറ്റർ ഉള്ളത് കേട്ടോ. ഫിൽറ്റർ ഈ ഒരു സ്പേസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പൈപ്പ് താഴോട്ടേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ താഴെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെച്ചിട്ട് വെള്ളം എടുക്കാം. പിന്നെ ഇതാ ഈ കൗണ്ടർ ടോപ്പിൻ്റെ അവിടെ ആ ഷെൽഫിൻ്റെ താഴെയായിട്ട് ഒരു പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പേസ് ഉണ്ടോ, ഇവിടെ ഞാനൊരു കപ്പ് ഹോൾഡറും പിന്നെ എൻ്റെതായ ചെറിയൊരു കാര്യങ്ങളൊക്കെ അവിടെ ഒരു വുഡൻ ട്രയൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് 2 ഷെഫുമാരെ കാണുന്നുണ്ടോ, അതൊക്കെ ഞാൻ വെറുതെ ഒന്ന് സിമ്പിളായിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ, ജസ്റ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനത്തെ ഇതിനോടുള്ള കുറച്ചുകൂടി ഗ്രേസ് ഉണ്ട്, എനിക്കൊരു ഇഷ്ടമാണ് ഡെക്കോർ ഐറ്റംസും പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്യാനും ഇങ്ങനത്തെ താല്പര്യങ്ങളെല്ലാം കൂടുതലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഇതാ ഈ ഒരു സ്പേസിലേക്ക് വന്നതിന് അവിടെ ഞാനൊരു
ഹാൻഡ് ടവൽ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതാ ഫ്രഷ് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രഷ് ഫ്ലവേഴ്സ് ഒരു കുറച്ച് നാൾ ലാസ്റ്റിംഗ് ഉണ്ടാവും കേട്ടോ. നമ്മളതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ആയിരിക്കും അതിൻ്റെ ഇതിൽ. പിന്നെ അത് മാറ്റി നമ്മളൊരു കുറച്ച് വാടുന്ന സമയത്ത് അത് മാറ്റി വേറെ ഒന്ന് വെക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഞാൻ ഈ ഒരു ഫ്രഷ് ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. അപ്പോൾ എൻ്റെ വാഷ് ബേസിൻ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇത് ഞാനുണ്ടല്ലോ ഷോപ്പിൽ പോയി അവരെ കാറ്റലോഗ് നോക്കി അവരോട് പറഞ്ഞ് ചെയ്യിച്ചതാണ് കേട്ടോ. സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ അവർ ഉണ്ടാക്കി അത് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി അയച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു കോർണറൊന്നും ഇല്ലാത്തൊരു വാഷ് ബേസിനാണ്. നമ്മളെപ്പോഴും വാഷ് ബേസിനും സിങ്കും എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ലോപ്പായിട്ടുള്ളത് തന്നെ എടുക്കുക. കാരണം വെള്ളവും ഫുഡ് ഐറ്റംസ് ഒന്നും അവിടെ തങ്ങി നിൽക്കില്ല. നല്ല ക്ലീൻ ചെയ്യാനും എളുപ്പമായിരിക്കും. പിന്നെ ഒരു മാറ്റ് ഫിനിഷുള്ള ഒരു ബ്ലാക്ക് കളർ ജാക്കോറിൻ്റെ ഒരു ടാപ്പും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയാണ് ഈ ഒരു വാഷ് ബേസിന്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു ഫ്ലവർ വേസും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വിൻഡോസിന് ഒരു ബ്ലൈൻഡ് കർട്ടൻ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഈ ഒരു കബോർഡിനും ഒക്കെ തീം അനുസരിച്ചുള്ള ഒരു കളർ തന്നെയാണ് ബ്ലൈൻഡ്സിനും ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ബ്ലൈൻഡ്സ് ഞാൻ അങ്ങനെ ഓപ്പൺ ആക്കില്ല, എപ്പോഴും ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് തന്നെയാണ് വെക്കാറ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്ത ഷെൽഫ് നോക്കാം. ഇവിടെയും ഒരു 3 ഷെൽഫ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒന്നിലിതാ ഇതേപോലെ കണ്ടെയ്നറും ഗ്ലാസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഡോറ് തുറന്നു കഴിഞ്ഞാലുണ്ടല്ലോ മോട്ടറിൻ്റെ സ്വിച്ചാണ് കേട്ടോ. നമ്മളത് അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതാരും കാണില്ല പുറത്തേക്ക്. പിന്നെ ഇതാ മുകൾ ഭാഗത്തായിട്ട് ഒരു വുഡൻ തീമിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ട്രീയും ഹാങ്ങിങ് പ്ലാന്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ആർട്ടിഫിഷ്യലാണ് കേട്ടോ, ഒറിജിനലല്ല. അപ്പോൾ ഇതാണ് അവിടെ ചെറിയൊരു ബൾബൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതൊന്ന് രാത്രി ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ ഭംഗി. അപ്പോൾ ഈ ഒരു കോർണർ ഉണ്ടല്ലോ, ഈ ഒരു ഷെൽഫിൻ്റെ തൊട്ട് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ഉണ്ട്. പിന്നെ അവിടെയും ഒരു ഫ്ലവറും വേസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ആർട്ടിഫിഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നമ്മളെ എഗ്ഗ് ട്രേ ഉണ്ട്. പിന്നെ ഇതാ ഡ്രൈ ഫ്ലവർ ഉണ്ട് കേട്ടോ. നല്ല സ്മെല്ലിൻ്റെ ഡ്രൈ ഫ്ലവറാണ്. ഇതിൻ്റെ സ്മെല്ല് പോകുന്ന സമയത്ത് ഇതൊന്ന് കഴുകി ഉണക്കി അതിനുശേഷം ഒരു എസെൻഷ്യൽ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ച് നാളും കൂടി അതിൻ്റെ മണം ഉണ്ടാവും. പിന്നെ ഇത് ഇവിടെ എൻ്റെ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഉണ്ട്. 2 ടയറാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കോഡ്സൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡ് ഉണ്ട് കേട്ടോ. കിച്ചൺ ഈസ് ദ ഹേർട്ട് ഓഫ് ഹോം എന്ന് എഴുതിയിട്ടുള്ള ഒരു കോഡ്സ് എഴുതിയിട്ടുള്ള ഒരു ബോർഡുണ്ട്. അപ്പോൾ ഈ ഒരു കോർണർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ചെയ്തിട്ടുള്ളത് സിംബോളോൻ്റെ ഫുൾ ബോഡി ടൈൽസാണ് കേട്ടോ. പിന്നെ എൻ്റെ കിച്ചൻ്റെ മൊത്തം വ്യൂ ആണിത്. ഈ ഒരു ഭാഗത്ത് ഡൈനിങ്, പിന്നെ കിച്ചൺ കബോർഡ്, അങ്ങനെ കൗണ്ടർ ടോപ്പും ഒക്കെ. പിന്നെ താഴ്ഭാഗത്തിൽ ഷെൽഫൊക്കെ തുറന്നാൽ വളരെ സിമ്പിളാണ് കേട്ടോ. ഒന്നും ഞാൻ ഒരു റാക്കോ കാര്യങ്ങളോ ട്രോൾ യൂണിറ്റോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നമുക്ക് ട്രോൾ യൂണിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നീട് അതിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൽ വെക്കാൻ പറ്റും. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പല ഐറ്റംസും അതിൻ്റെ ഉള്ളിൽ മാറ്റി മാറ്റി സ്റ്റോറേജ് ചെയ്യാം. പിന്നെ താഴെ 2 ഡ്രോവർ ഉണ്ട്. അപ്പോൾ ഒന്നിൽ കട്ട്ലറി സെറ്റും ഒന്നിൽ നമ്മളെ പ്ലേറ്റ് ട്രേയുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള കബോർഡൊന്നും വളരെ സിമ്പിളാണ്. എല്ലാം സിമ്പിളായിട്ട് വെറുതെ ഫ്രീ ആയിട്ട് വിട്ടതാണ്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, കിച്ചൺ സിങ്ക് എവിടെ, ഗ്യാസ് സ്റ്റൗ എവിടെ? കിച്ചൺ കാണിച്ചിട്ട് സിങ്കും ഗ്യാസ് സ്റ്റൗവും കാണുന്നില്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കുക്കിംഗ് ഒന്നും ചെയ്യാത്തൊരു കിച്ചണാണ് കേട്ടോ, മെയിൻ കിച്ചൺ. പിന്നെ എൻ്റെ മെയിൻ വർക്കിംഗ് കിച്ചൺ വരുന്നത് തൊട്ട് അപ്പുറം തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. രണ്ടും കൂടി ആകുമ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഡിസൈൻ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാക്കിയ ഒരു കിച്ചണാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടെങ്കിലും ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് കാണാം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വർക്കിംഗ് കിച്ചണിൻ്റെ വീഡിയോസും അതേപോലെ വേറെ ഒരുപാട് ഹോം ടൂർ വീഡിയോസൊക്കെ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.